ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പനീർ ധനിയ അദ്രക്കിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കേട്ടിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് എല്ലാ സാധനവും വീട്ടിൽ തന്നെ കിട്ടും. ആ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ചപ്പാത്തി പുൽക്ക പരാഠയുടെ കൂടെ ആണെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഏറ്റവും ആദ്യം ഞാനാണെങ്കിൽ 8-10 നമുക്ക് ക്യാഷ് ഉണ്ട്. അണ്ടിപ്പരിപ്പ് നമുക്കൊന്ന് ചൂടുവെള്ളത്തിൽ അരമണിക്കൂറത്തേക്കൊന്ന് കുതിർത്തി വെക്കാം. അതിന് ശേഷം മിക്സി ജാറിലിട്ട് ഫൈൻ പേസ്റ്റ് നമുക്ക് റെഡിയാക്കി വെക്കാം. ഇനി നമുക്കൊരു കടായി എടുക്കാം. കടായിലേക്ക് 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം 1 ടേബിൾ സ്പൂൺ നമുക്ക് ബട്ടറും ഇട്ട് കൊടുക്കാം. പിന്നെ 2 സവാള ചെറുതായി ചോപ്പ് ചെയ്ത് അങ്ങനെ ചോപ്പ് ചെയ്ത് അതും നമുക്ക് അകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് സോത്തെ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 തക്കാളി എടുത്തും ടൊമാറ്റോ പ്യൂരി നമുക്ക് റെഡിയാക്കി എടുക്കാം. ആ മിക്സി ജാറിൽ തന്നെ 1 കപ്പ് നമുക്ക് മല്ലിയില, 3 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, ഒരു 7-8 അല്ലി നമുക്ക് വെളുത്തുള്ളി, ഒരു ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഫൈൻ പേസ്റ്റ് നമുക്ക് റെഡിയാക്കി. എല്ലാ സാധനവും സ്മൂത്തായിട്ട് പേസ്റ്റ് ചെയ്യണേ. എന്നാലും നമ്മുടെ ഗ്രേവി നല്ല പുറത്ത് കിട്ടുന്ന കൂട്ടൊക്കെ നല്ല സ്മൂത്ത് സിൽക്കി ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടത്തേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് അടിച്ച് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സൈഡിൽ നമ്മൾ സവാളയൊക്കെ വഴണ്ട് വന്നു കഴിയുമ്പോൾ നമുക്കത് മസാല ആഡ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിം വെച്ചിട്ട് വേണേ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. 1/4 ടീസ്പൂൺ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുത്തേക്കുന്നത്. 1 ടീസ്പൂൺ നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല നമുക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ നമുക്ക് ചെറിയ ജീരകം വറുത്ത് പൊടിച്ച് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമ്മൾ ഇതേവരെ അത് ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ടേസ്റ്റിനനുസരിച്ച് വേണം ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. പിന്നെ നമ്മൾ ആദ്യം തക്കാളി നമ്മൾ അടിച്ച് വെച്ചേക്കുന്നില്ല, അതും കൂടെ നമുക്ക് അകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് മുഴുവനായിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഉപ്പും ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം അടച്ച് നമുക്കൊന്ന് ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇടയ്ക്കൊന്ന് ഒരു വട്ടം ഒന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ഇനി നമുക്കൊന്ന് അടച്ച് നമുക്കൊന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഒരു 2-3 മിനിറ്റിൻ്റെ ആവശ്യമേ വരത്തുള്ളൂ കേട്ടോ. അത്രയും നേരം നന്നായിട്ടൊക്കെ മസാലയൊക്കെ മൂത്ത് കിട്ടും. ഇനി നമ്മൾ അണ്ടിപ്പരിപ്പ് അരച്ച് വെച്ചേക്കുന്നില്ലായിരുന്നു, അതും കൂടെ നമുക്ക് ആദ്യത്തൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാൻ. ഇതിനകത്തൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമ്മൾ മല്ലിയിലേക്ക് അടിച്ച് വെച്ചേക്കുന്നില്ലേ, പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം പേസ്റ്റാക്കി വെച്ചേക്കാം. നമുക്ക് അകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആ മിക്സി ജാറിനകത്ത് നമുക്കൊരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി അതുകൊണ്ട് നമുക്ക് മസാലയൊന്നും വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതും കൂടെ നമുക്ക് അകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൂടെ ഒരു തള വരുന്നവരെ. അതിന് ശേഷം നമുക്കാണെങ്കിൽ 1 ടീസ്പൂൺ കസൂരി മേത്തി കൈ കൊണ്ടൊന്ന് ക്രഷ് ചെയ്ത് അതും കൂടെ അകത്തോട്ട് ആഡ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷം 250 ഗ്രാം ഞാൻ പനീർ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ക്യൂബ്സാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അതും അകത്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കാണെങ്കിൽ 1 കഷ്ണം ഇഞ്ചി, ഞാൻ പറഞ്ഞു എൻ്റെ പേര് തന്നെ അങ്ങനെ പനീർ ധനിയ അദ്രക്കി എന്നാ പേര്. അദ്രക്ക് എന്ന് പറഞ്ഞാൽ ഇഞ്ചിയാണ് കേട്ടോ. അപ്പോൾ അത് കാരണം നമുക്ക് ആദ്യം 1 ഇഞ്ച് കഷ്ണമുള്ള അത്ര ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അരയ്ക്കാൻ വേണ്ടി. ഇനി നമുക്ക് 1 കഷ്ണം അത് ഇതുപോലെ നീളനെ അരിഞ്ഞ് അതും ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്കൊരു 1/4 കപ്പ് വെള്ളം ചൂടാക്കി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളേ. ഇനി നമുക്ക് അല്ലെങ്കിൽ പിന്നെ ഗ്രേവിയുടെ ഇതേ മാറും, ടേസ്റ്റും വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 തള വന്നു കഴിയുമ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഒത്തിരി അങ്ങ് വറ്റിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ അരച്ച് നമ്മൾ അത് ചേർത്തിട്ടില്ലയോ. ഇനി നമ്മളത് ഫ്രഷ് ക്രീമും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ തന്നെത്താനെ ഗ്രേവി ഇച്ചിരി തണുത്ത് കഴിയുമ്പോൾ തിക്കായി വരും കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇതില്ലെങ്കിൽ നമ്മുടെ വീട്ടിലത്തെ പാൽപ്പാടയില്ലേ, അതാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലും കൂടെ വെതറിക്കഴിഞ്ഞാൽ നമ്മുടെ പനീർ ധനിയ അദ്രക്കി റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്യാനായിട്ട് സിമ്പിളല്ലേ. ചപ്പാത്തി പുൽക്ക പരാഠ വേണമെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റി. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.